നമസ്കാരം. ട്രംപിനെ തടവിലാക്കി. ഇറാന്റെ തിരിച്ചടിയിൽ ട്രംപ് വീണു. ഇറാനെതിരായിട്ടുള്ള യുഎസിന്റെ സൈനിക നടപടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് യുഎസ് ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കിയിരിക്കുന്നു. അത് ട്രംപിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ട്രംപിന്റെ നാട്ടുകാർ തന്നെ പച്ചയ്ക്ക് കൊളുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരുന്നതാണ്. അങ്ങനെ ഒരു യുദ്ധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നു. 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഒപ്പം തന്നെ ഡെമോക്രാറ്റുകൾക്കൊപ്പം വോട്ട് ചെയ്ത തീരുമാനത്തെ പിന്തുണച്ചിരിക്കുന്നു. 208-നെതിരെ 215 വോട്ടിനാണ് പ്രമേയം പാസ്സായിരിക്കുന്നത്. പ്രമേയം ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ പ്രമേയം പാസ്സായാൽ ട്രംപിന് അത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്തരത്തിൽ 2 സഭയിലും പ്രമേയം പാസ്സായാൽ ട്രംപിന് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയും. അതേസമയം യുഎസുമായുള്ള സമാധാന ചർച്ച താളം തെറ്റിയതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കനത്ത നാശം വിതയ്ക്കുന്ന തരത്തിലുള്ള വ്യോമാക്രമണത്തിൽ ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 63 പേർക്ക് പരിക്കേൽക്കുന്ന ഒരവസ്ഥയും വന്നു. അപ്പോൾ ഇതിൽ 3 മലയാളികൾ ഉൾപ്പെടെ 12 പേർ ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 ഇറാനിയൻ ഡ്രോണുകൾ പതിക്കുകയായിരുന്നു. സർവീസുകൾ നിർത്തിവെച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി സർവീസുകൾ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കും ഈ യുദ്ധം ചെന്നെത്തിച്ചു എന്നുള്ളതാണ്. ചൊവ്വാഴ്ച രാത്രി ഹോർമൂസിന് സമീപം ഉണ്ടായിട്ടുള്ള യുഎസ് പ്രകോപനമാണ് ഇറാൻ ആക്രമണത്തിന് നിമിത്തമായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നാവിക ഉപരോധം മറികടന്ന് ഇറാനിലേക്ക് പോകുവാൻ ശ്രമിച്ച എണ്ണ ടാങ്കർ MT ലക്സിയെ യുഎസ് നേവി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എഞ്ചിൻ റൂമിലേക്ക് മിസൈൽ അയച്ച് അതിനെ നിശ്ചലമാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. തെക്കൻ ഇറാനിലെ ഖേഷം ദ്വീപിലെ മിലിറ്ററി കൺട്രോൾ സ്റ്റേഷൻ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. യുഎസ് ആക്രമണങ്ങളെല്ലാം കുവൈറ്റിന്റെയും ബഹറിന്റെയും പിന്തുണയാണ് എന്നുള്ള ഇറാന്റെ ആരോപണമടക്കം വന്നതിന് ശേഷമാണ് കുവൈറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ പ്രാദേശിക അതിർത്തിയോട് അടുക്കാൻ ഒരു വലിയ ശ്രമം നടന്നിരുന്നു. അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലിനെ തങ്ങളുടെ നാവികസേന വിജയകരമായിട്ട് ലക്ഷ്യമിട്ടതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതിൽ തീഗോളം തീർത്തുകൊണ്ട് യുദ്ധക്കപ്പലിനെ തകർത്തെറിയുവാനുള്ള വലിയ ശ്രമം ഇറാൻ നടത്തുകയും ചെയ്തു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുള്ള തസ്നീമാണ് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽശാലകളിൽ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്ക നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾക്കും ഹോർമൂസ് കടലിടുക്കിലെ രാജ്യാന്തര ചട്ടങ്ങൾ US ലംഘിച്ചതിനുള്ള ശക്തമായുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ സൈന്യം ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത്. കുവൈറ്റിലേക്കുള്ള ആക്രമണങ്ങൾ, ഇനി ബഹ്റൈനിലേക്കുള്ള ആക്രമണങ്ങളും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടരെയുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് US സെൻട്രൽ കമാൻഡ് അടിയന്തരമായിട്ട് രംഗത്തെത്തി. ഒമാൻ ഉൾക്കടലിൽ US നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത തികച്ചും വ്യാജമാണ് എന്നും ഇറാൻ ലോകത്തിന് മുന്നിൽ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നൊക്കെ അമേരിക്കൻ സൈനിക വക്താക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളുമായിട്ട് വന്നു. പക്ഷെ കടലിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളും കപ്പലുകളും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ പൂർണ്ണ സുരക്ഷിതമായിട്ട് തങ്ങളുടെ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അമേരിക്കൻ സൈന്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ എന്തായാലും US ഇറാനും തമ്മിലുള്ള സൈനിക അസ്വാരസ്യങ്ങൾ കടുത്ത യുദ്ധഭീതി ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ പുറത്തു വരുന്നത് ഇറാന്റെ അവകാശവാദവും അതിനെതിരെയുള്ള അമേരിക്കയുടെ കടുത്ത നിഷേധവും അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു യുദ്ധത്തെ അംഗീകരിക്കുവാൻ അമേരിക്ക തന്നെ തയ്യാറാകുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇറാനെതിരായിട്ടുള്ള US സൈനിക നടപടികളിൽ പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ US ജനപ്രതിനിധി സഭ പ്രമേയം പാസ്സാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അവിടെയില്ല. അതുകൊണ്ട് തന്നെ ട്രംപിനെ തടവിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ജനപ്രതിനിധി സഭയിലെ അംഗങ്ങളിൽ പലരും, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഒപ്പം തന്നെ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 208-നെതിരെ 215 വോട്ടിനാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഈ പ്രമേയം ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ജനപ്രതിനിധി സഭ തന്നെ യുദ്ധം വേണ്ട എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ US പ്രസിഡന്റായിട്ടുള്ള ട്രംപിന് വേണമെങ്കിൽ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ എന്നിരുന്നാൽ കൂടിയും വരുന്ന കാലഘട്ടങ്ങളിൽ ട്രംപിനെ തടവിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇറാന്റെ തിരിച്ചടി എന്ന് പറയപ്പെടുന്ന ട്രംപ് വീണുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അവിടെയാണ് ട്രംപ് തടവിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.